നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 തിങ്കളാഴ്ച. ഒരു വേനൽ അവധിക്ക് ശേഷം കുഞ്ഞുമക്കൾ എല്ലാവരും സ്കൂളിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന ദിവസം. ഇന്ന് സ്കൂളുകൾക്കെല്ലാം പ്രവേശനോത്സവം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം SRVLP സ്കൂളിലാണ്. ഇവിടെ പ്രതീക്ഷകൾക്കൊത്തായി നിരവധി കുഞ്ഞുമക്കളാണ് തുടക്കം കുറിക്കാനായിട്ട് ഈ സ്കൂളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ് ഈ വർഷം നവാഗതരായി സ്കൂളുകളിലേക്ക് എത്തുന്നത്. പുത്തനുടുപ്പും പുതിയ ബാഗും വർണ്ണക്കുടകളും നിരവധി കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളുമൊക്കെ തങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറക് വെക്കാൻ, തങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഓരോ കുഞ്ഞുമക്കളും നവാഗതരായി സ്കൂളുകളിലേക്ക് എത്തിച്ചേർന്നു. ഒപ്പം മാതാപിതാക്കളുടെ പ്രതീക്ഷയും കാണാൻ നമുക്ക് ആ കാഴ്ചകളൊക്കെയും. ഇന്ന് 2024 ജൂൺ മാസം 3-ാം തീയതി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും നമ്മുടെ കൊച്ചു കുരുന്നുകൾ പഠനം എന്ന സ്വപ്നവുമായി വിദ്യാലയത്തിന്റെ പടിവാതിക്കൽ എത്തിയ ദിവസം. മധുരവും ബലൂണുകളുമൊക്കെയായി ആഘോഷമേളത്തോടെ അധ്യാപകരും രക്ഷിതാക്കളും PTA ഒക്കെ ചേർന്ന് കുരുന്നുകൾക്ക് ഗംഭീര സ്വീകരണമാണ് എല്ലായിടത്തും ഒരുക്കുന്നത്. കൊച്ചിയിലെ പ്രമുഖ വിദ്യാലയമായ SRV സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സൂര്യകാന്തിയുടെ ആകൃതിയിലുള്ള മുഖം മൂടിയും അക്ഷരങ്ങൾ ആലേഖനം ചെയ്ത തൊപ്പിയുമൊക്കെയായി പുതിയ അധ്യയന വർഷത്തിലേക്ക് കുരുന്നുകൾ പിച്ചവച്ചു കയറി. കുട്ടികളാണ് SRVLP സ്കൂളിൽ പുതുതായി അധ്യയനം ആരംഭിച്ചത്. സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങിൽ കൗൺസിലർ പത്മജ S മേനോൻ അധ്യക്ഷത വഹിച്ചു. എത്ര സൂര്യകാന്തിമാരെ ആന്റിയുടെ മുമ്പിൽ നിൽക്കുന്നേ? നല്ല രസമുണ്ടോ സൂര്യകാന്തിയായിട്ട്? ഈ ആന്റി അങ്കിളെടുത്ത് ഫോട്ടോ കാണിച്ചിട്ട് അപ്പൊ കാണാൻ പറ്റും എന്ത് ഭംഗിയാ കാണുന്നതെന്ന്. ഇപ്പൊ സൂര്യനെ നോക്കി നിൽക്കുന്ന കുഞ്ഞു മുഖങ്ങളാണ് നിങ്ങളുടെ എല്ലാവരുടെയും. ഹെഡ്മാസ്റ്റർ ബിജു ഡിക്കൂഞ്ഞ സ്വാഗതം ആശംസിച്ചു. ഫേസ് ഫൗണ്ടേഷൻ ചീഫ് പേട്രൺ ജസ്റ്റിസ് PN രവീന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മൂല്യം കാത്തുസൂക്ഷിക്കണമെന്നും പഠനത്തിൽ മികവ് പുലർത്തിയാൽ മാത്രമേ ജീവിത വിജയം നേടാൻ കഴിയൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫേസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ കുട്ടികൾക്ക് നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം സിനിമ ടെലിവിഷൻ കലാകാരനായ കലാഭവൻ ജിൻഡോ നിർവഹിച്ചു. എത്രത്തോളം വിദ്യാഭ്യാസം നേടാൻ കഴിയുമോ അത്രത്തോളം നേടണമെന്നും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആർക്കിടെക്ട് BR അജിത് കുമാർ, PK രാമചന്ദ്രൻ, സ്കോൾ കേരള ജില്ലാ കോർഡിനേറ്റർ AK ഇബ്രാഹിം, PTA പ്രസിഡന്റ് ലക്ഷ്മി അരുൺ, OSA മെമ്പർ രാമചന്ദ്രൻ, ഫേസ് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി TR ദേവൻ എന്നിവർ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി ഷീജ തോമസ് നന്ദി പറഞ്ഞു. കുട്ടികളുടെ ആവശ്യപ്രകാരം കലാഭവൻ ജിൻഡോയുടെ മിമിക്രി അവതരണവും നടത്തിയത് ഏറെ ഹൃദ്യമായിരുന്നു. സ്വീറ്റ്സ് തരാം. പേര് പറയോ? അതെ, ഇവിടെ 2 ട്വിൻസ്, അതായത് നല്ല 2 കുഞ്ഞി പിള്ളേർ നിപ്പുണ്ട്. നമുക്ക് അവരോടും കൂടി അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് വന്നതാണെന്ന് തോന്നുന്നു. ഹലോ മക്കളെ, ഹായ്. എന്തെടുക്കുക ഇവിടെ? കളിക്കാനാണോ സ്കൂളിൽ വന്നേ? പഠിക്കാനല്ലേ? പേരെന്താ? നവീൻ. നവീൻ ഏത് ക്ലാസ്സിലാ? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സിലല്ലേ? ഓക്കെ. നവീന്റെ ആരാ ഇത്? ഇവര് കൂട്ടുകാരാണല്ലേ? പേരെന്നാ? ദുർഗ, ഭദ്ര. ആഹാ, കൊള്ളാലോ. ദുർഗയും ഭദ്രയും ട്വിൻസ് ആണോ? ഓക്കെ. ദുർഗയും ഭദ്ര എവിടുന്നാ വരുന്നേ? എറണാകുളം. എറണാകുളം. അച്ഛനും അമ്മയൊക്കെ
ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അച്ഛൻ വന്നില്ല, അച്ഛൻ വന്നില്ല, അമ്മ വന്നു. ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ? 4ാം ക്ലാസ്. രണ്ടുപേരും 4ലാണോ? ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. അപ്പൊ ആഗ്രഹം പോലെ തന്നെ ടീച്ചർ ആവട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇതേണ്ട കുറേ കുഞ്ഞു മക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാവേ പേരെന്തുവാ? പേര് പറ. ഞാൻ 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ട് ഇന്ന് 1ാം ക്ലാസ്സിൽ വന്നാണോ? മോന്റെ പേരെന്താ? ആദി. എത്രല്ല പഠിക്കുന്നേ? 4. 3ല്. 3ല്. പേരെന്താ? ആൻഡ്രിയ. പെണ്ണാളെ ഇപ്പം നമ്മളോടൊപ്പം SRBD LP സ്കൂളിലെ പ്രഥമ അധ്യാപകനായ ബിജു ഡി കുഞ്ഞ സാറ് ഇവിടെ ഉണ്ട്. ഈ ഒരു പ്രവേശനോത്സവ ചടങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് സാറിൻ്റെ അടുത്തുനിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകനാണല്ലേ? അതെ അതെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ പ്രൊമോഷൻ കിട്ടി HM ആയി ചാർജ് എടുത്തത്. അന്ന് മുതലേ നമ്മൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരുക്കാനുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ സമയങ്ങളിൽ നമ്മളെല്ലാം ഒരുക്കി ഇവിടെ കുട്ടികൾക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം, വാട്ടർ ടാങ്ക് ശുചീകരണം, പിന്നെ പരിസര ശുചീകരണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് നമുക്ക് ഇപ്പോൾ വെക്കേഷന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതായത് 2021 KCF പ്രകാരം നമ്മുടെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകമാണ് പരിഷ്കരിച്ചേക്കുന്നത്. അത് പ്രകാരം എന്താ പറയുക, കുട്ടിയുടെ സമഗ്രമായ വികാസമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. സമഗ്ര വിദ്യാഭ്യാസം ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കുട്ടികളുടെ എല്ലാ മുഖങ്ങളിലും എല്ലാ തലങ്ങളിലും കുട്ടികളുടെ വളർച്ച നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു. അതിലുപരി ജാതിമത ഭേദമെന്നോ ലിംഗവർണ്ണ വ്യത്യാസമെന്നോ കൂടാതെ ലേണിംഗ് ഫോർ യൂണിവേഴ്സൽ സിസ്റ്റം, അതായത് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കുട്ടികളെ ഒന്നായി കാണുന്നു. അത് ഒന്നുകൂടി പറഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമ്മൾ കുട്ടികളുടെ ലേണിംഗ് പ്രശ്നങ്ങളുള്ള കുട്ടികളെ മാറ്റി നിർത്താതെ അവരെല്ലാവരെയും ഒന്നിച്ച് ഒറ്റ ഗ്രൂപ്പായിട്ട് നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും ഒറ്റയായിട്ട് ഒന്നായി കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും അതെ അങ്ങനെ അവരെ വേർതിരിവില്ലാതെ എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ പ്രവേശനോത്സവത്തിൽ എല്ലാവരും വളരെ സന്തോഷമാണ്. പഠിപ്പിനോടൊപ്പം തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെല്ലാം തീർച്ചയായിട്ടും പഠിപ്പിനോടൊപ്പം തന്നെ വേറെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിലും നമ്മൾ അവരെ പ്രാഗൽഭ്യം തെളിയിപ്പിക്കും. പിന്നെ ഇംഗ്ലീഷിന് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ. E-Cube എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്, അത് മുന്നേ തന്നെ ഉള്ളതാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആ പ്രോജക്റ്റിലൂടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾക്ക് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലുപരി IT വിദ്യാഭ്യാസം കൂടി നൽകുന്നുണ്ട്. കുട്ടികൾക്ക് IT നന്നായിട്ട് ചെയ്യുന്നതിന് ലാപ്ടോപ്പും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്യുന്നതിന് ലാബിൻ്റെ സംവിധാനം ചെയ്യുന്നതിന് സർക്കാർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ സ്കൂളിൽ IT ലാബുണ്ട്. അപ്പോൾ അതിൽ കുട്ടികളെല്ലാം ഒരു പീരീഡ് അനുസരിച്ച് അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മൾ ITയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ AI കൂടെ പ്രൈമറി ഘട്ടത്തിലേക്ക് കടന്നു വരും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഉയർന്ന ക്ലാസ്സുകളിലാണ് AIയുടെ ഇത് കൊടുക്കുന്നത്.
പക്ഷെ പ്രൈമറി തലത്തിലേക്കും വരുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ വളർന്നു വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. അപ്പം നമ്മുടെ ഈ സ്കൂളിലെ പോലെ തന്നെ ഇവിടെ എല്ലാ സ്കൂളുകളിലും കേരളത്തിൽ ഒട്ടുമിക്കെന്നല്ല കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവമാണെന്നറിയാം. നിരവധി കുഞ്ഞു മക്കളാണ് പുത്തൻ ഉടുപ്പുകളും പുത്തൻ ബാഗുമായിട്ട് പുത്തൻ പ്രതീക്ഷയോടെ ഓരോ സ്കൂളിലേക്കും എത്തുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നിരവധി കുഞ്ഞുങ്ങളെ കണ്ടു, കലാവാസനയുള്ള അതേപോലെ തന്നെ പഠിക്കാൻ ഓരോരോ അംബീഷൻ വെച്ചിട്ട് സ്കൂളിലേക്ക് വന്ന് ധാരാളം കുഞ്ഞുമക്കളെ കണ്ടു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം. എല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു ജോർജിനൊപ്പം അശ്വനി യാദവ്, ചാനൽ 91.